അമ്മ അച്ഛാ എന്തു പണിയത്? ആ മോനോ, എന്താടാ ഒന്നും പറയാണ്ട് വന്നത്? വാ വന്നകത്ത് കയറ്. കേറുന്നില്ലമ്മേ, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയതാ. അപ്പൊ അച്ഛനെ അമ്മ ഒന്ന് കാണാൻ മതി, അന്നേരം ഇങ്ങോട്ട് വന്നതാ. അയ്യോടാ, ഇതിനാണോ രാവിലെ തന്നെ 12 കിലോമീറ്റർ കാർ ഓടിച്ചു വന്നത്? മക്കൾ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാണ്ട് കുടുംബമായിട്ട് വരാറുള്ളതല്ലേ, അത് പോരായിരുന്നോ? അത് ശരി, ഇപ്പൊ അച്ഛനമ്മനും പെട്ടെന്ന് കാണാൻ വന്ന് ഞായറാഴ്ച വരെ കാത്തിരിക്കാനാ? അയ്യോ അങ്ങനെയല്ലടാ, നിനക്ക് ബുദ്ധിമുട്ടാവുമ്പോട്ട് അമ്മ പറഞ്ഞതാ. എന്റെ അച്ഛനമ്മനും കാണാൻ വരുന്നില്ല എനിക്ക് എന്ത് ബുദ്ധിമുട്ടമ്മേ. ജോലിന്റെ ആവശ്യത്തിന് ഇപ്പൊ മാറി താമസിക്കുന്നു, അതിൽ മാത്രം ചെറിയ വിഷമമുള്ളൂ. എന്താടാ മോനെ വന്നിട്ട് അവിടെ തന്നെ നിൽക്കുന്നത്? അത് തേരി വേടാ. ഇല്ല ചേ, ഞാൻ ഓഫീസിൽ പോകുന്ന ജസ്റ്റ് കയറിയെന്നേ ഉള്ളൂ. പൂജയ്ക്ക് മക്കൾക്കൊക്കെ സുഖല്ലേ? ഓ, അവര് സുഖമായിരിക്കുന്നു. പിന്നെ അമ്മയെ അനുമോളെ വിളിച്ചിരുന്നേ? ആ മോനെ, അവള് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീകുട്ടിക്ക് പനിയാണത്രേ. അയ്യോ, ശ്രീകുട്ടിക്ക് പനിയാ? ഞാൻ ഇന്നലെ വിളിച്ചില്ലല്ലോ അമ്മേ. എന്തായാലും ഓഫീസ് എത്തിയോ അവിടെ വിളിച്ചു നോക്കട്ടെ. എന്തായാലും ഓഫീസ് എത്തി ഒന്ന് വിളിക്കണേ, നീ വിളിച്ച ആൾക്ക് സമാധാനം ആവും. ആ എന്തായാലും ഞാൻ വിളിക്കാമേ. പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് പരിപാടി, രണ്ടാളും മറന്നില്ലല്ലേ? അതൊക്കെ വേണം മോനെ. ആ എന്താ അച്ഛൻ വേണ്ടാണ്ട്, അച്ഛൻ്റെ അമ്മനെ കല്യാണം വേണ്ടി 35ാമത്തെ വാർഷിക, അത് നമ്മൾ അടിപൊളി ആഘോഷിക്കും. കോളും ഭക്ഷണമൊക്കെ ഏർപ്പെടുത്തിയതാണ്. പിന്നെ അനു വിളിച്ചപ്പോഴും അച്ഛനും അമ്മയും ഇങ്ങനെയാ പറഞ്ഞതാണ്, അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്. അതല്ലടാ, ഒരു എക്സ്ക്യൂസും വേണ്ടമേ, ഞങ്ങൾ എല്ലാം സെറ്റ് ആക്കിയതാ. ശനിയാഴ്ച ജോലി കഴിഞ്ഞ് ഞാൻ വിളിക്കാൻ വരും, രണ്ടാളും മാറ്റി നിൽക്കണേ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അല്ല ജോലിക്കാരി വന്നില്ല? വന്നിട്ടുണ്ട് മോനെ, അവളിത് അടുക്കളയിലുണ്ട്. അമ്മേ, അച്ഛൻ സമയത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? അതൊക്കെ അച്ഛൻ സമയത്തിന് കഴിക്കുന്നുണ്ട്. അച്ഛാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് എന്നെ വിളിക്കണം, ഞാൻ ഓടിയെത്തും. അതൊക്കെ അച്ഛൻ വിളിക്കണം മോനെ. എന്നാ ശരി, എനിക്ക് സമയം, ഞാൻ പോയിട്ടാ. എന്നാ മോൻ പോയിട്ട് വാ. ഇതുപോലെ മക്കളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെയല്ലേ എന്ത് മക്കൾ നമ്മളെ കാണാൻ വരിക. നമ്മുടെ മക്കളല്ലേ, അതങ്ങനെ വരൂ. നീ വാ, വല്ലതും കഴിക്കുക. ആ മനുവേട്ടാ, ഇന്ന് ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ എന്നെ ഒന്ന് വിളിക്കാൻ വരണേ. ഇല്ല, ഏട്ടൻ നേരത്തെ പോയി, അവർക്ക് എന്തോ തിരക്കുണ്ട് അത്രേ. എന്തായാലും ഞാൻ നല്ല ഉച്ചയ്ക്കല്ലേ വന്നത്, കുറച്ചു നേരം കൂടി അച്ഛനമ്മന്റെ കൂടെ ഇരിക്കാലോ. ആ ശരി ശരി, ഓക്കെ. ഇതുവരെയായിട്ട് കഴിഞ്ഞില്ലേ മോളെ? വാ വന്ന് ചായ കുടിക്കാം. അമ്മ എന്തിനീ സ്റ്റെയറും കയറി മേലെ വന്നത്? കാല് വയ്യാത്തല്ലേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ താഴ്ന്ന് കൊറേ വിളിച്ചു, മോള് കേൾക്കാത്തോണ്ടാ കേറി വന്നത്. അത് ഞാൻ മനുവാട്ടിനെ വിളിച്ച് സംസാരിക്കായിരുന്നു അമ്മേ. അല്ല, അച്ഛന് ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്ന് കൊടുത്തോ? അതൊക്കെ അച്ഛൻ ഇപ്പൊ കൃത്യസമയത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മേ, വൈകിട്ട് മനുവാട്ടിന് തന്നെ കൂട്ടാൻ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛന് കൊയിലാണ്ടിയിൽ സ്കാനിങ്ങിന് പോവാനല്ലേ, അത് നമുക്ക് ഇന്ന് തന്നെ ചെയ്താലോ? അതവൻ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ. എന്തായാലും ഞാൻ ഇവിടെ ഇല്ലേ, ഞങ്ങള് കൊണ്ടുപോവാ. വെറുതെ എന്തിനാ ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്നാ പിന്നെ അമ്മ അച്ഛനോട് പറയാ. ഈ സരലേച്ചി എന്താ ഇത്ര നേരമായിട്ട് പണിക്ക് വരാത്തത്? സമയം 10 മണി കഴിഞ്ഞല്ലോ. ഇന്ന് മഴയായിട്ട് മക്കൾക്ക് സ്കൂളിൽ ലീവാണത്രേ, അതുകൊണ്ട് വരുന്നില്ല എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ ഞാനിരുന്നത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഇത്രയും പണി അമ്മ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നോ? പിന്നെ അമ്മേ, അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവാക്കാൻ വിടില്ലേ? ഞാൻ അന്ന് വിളിച്ചപ്പോൾ അവർ ലീവ് തന്നെ ആയിരുന്നല്ലോ. അമ്മനെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കണ്ടാവട്ടാ, ഞങ്ങൾ രണ്ടാളും കൂടി ഒരു ജോലിക്കാരനെ വെച്ചത്. അവരിപ്പോ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ശരിയാവാ? ആളെ മാറ്റണമേ. അതൊന്നും വേണ്ട മോളെ, അതൊരു പാവാ. ഇവിടുന്ന് കിട്ടിയിട്ട് വേണം അവർക്ക് കഴിയാൻ. ഇനി ഈ തണുപ്പത്ത് നിന്ന് വെറുതെ കാലുവേദന കൂട്ടണ്ട. അമ്മ താഴ്പ്പയ്ക്കോ, ഞാൻ വന്നോളാം. നിങ്ങളെന്താ സാർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ ലോൺ വിശ്വസിച്ച് ഞാൻ പ്രൊജക്റ്റാണ് തുടങ്ങിയത്, അതിന് 3/4 ഭാഗം പണി കഴിഞ്ഞു. അയ്യോ എന്നെ സാറേ, നിങ്ങൾ പറയുന്ന കേൾക്ക്, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ എന്താ മറുപടി കൊടുക്കുക? ഇപ്പൊ അവസാന നിമിഷം വന്നിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താക്കാണ് ഞാൻ? ഇത്രയും ഫണ്ട് ഞാൻ എവിടെ ഒപ്പിക്കാനാ? ഹലോ, എന്താ മോനെ, വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ ഇങ്ങനെ മാറി നിന്ന് ഫോൺ ചെയ്യാൻ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ലമ്മ, പ്രശ്നമൊന്നുമില്ല. മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. മോൻ എന്താ വെച്ചാ അമ്മയോട് പറ. അതൊന്നുമില്ലമ്മ, ഞാൻ പറഞ്ഞു നമ്മുടെ രാമനാട്ടുകരയിലെ ഒരു പ്രൊജക്ടിനെ കുറിച്ച്. അതിന് പണി ഏകദേശം കഴിഞ്ഞു, 3/4 ഭാഗം കഴിഞ്ഞതാ.
എന്നാൽ ബാങ്കിൽ ഒരു 50 ലക്ഷം ലോൺ സെറ്റാക്കി തരാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ അവര് വിളിച്ച് പറയാം മാനേജർ മാറി, അവിടെ എന്ത് ഇഷ്യൂ ഉണ്ട് പറഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ പൈസ ഇറക്കാൻ പറഞ്ഞ സമയത്ത് തീർത്തു കൊടുത്തില്ലെങ്കിൽ അതെനിക്ക് ഒരുപാട് നഷ്ടം വരും. ഇത്രയും പൈസക്ക് ആവശ്യമുണ്ടായിട്ടാടാ നീ ഞങ്ങളോടൊന്നും പറയാത്തത്? ഇല്ല, അത് 100% കിട്ടുന്ന വിചാരിച്ചാ. അത് കുഴപ്പമില്ല, ഞാൻ ആരോടെങ്കിലും പലിശയ്ക്ക് മേടിച്ചാൽ സെറ്റാക്കും. ഇത്രയും പൈസ പലിശക്ക് എടുക്കാനോ? ബാങ്കിലെ പോലെയല്ല മോനെ ആൾക്കാരുടെ അടുത്ത് വാങ്ങിക്കുമ്പോ. അമ്മ ഒരു കാര്യം ചെയ്യാ, അച്ഛൻ കുറച്ച് അത്തോളിയിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, അത് നിന്റെ പേരിലേക്ക് ആക്കാൻ പറയാ. അങ്ങനെ അച്ഛാ അത് വിറ്റിട്ട് എന്താ വെച്ചാ ചെയ്തോ. അയ്യോ അതൊന്നും വേണ്ടേ, ഇത് ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും. ഇത്രയും പൈസ എവിടെ നിന്ന് ഒപ്പിക്കാൻ പറഞ്ഞിട്ടാ? മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ അത് അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് നിങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് തന്നെയല്ലേ, അത് കുറച്ച് നേരത്തെ എഴുതി തന്നൊന്ന് വിചാരിച്ചാ മതി. എന്തായാലും മോൻ വാ, വല്ലതും കഴിക്കാം. അല്ല, അർജന്റായിട്ട് ഒരു കാര്യം പറയാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇതിപ്പോ ആരെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അത് മോളെ, ഏട്ടന്റെ ബിസിനസിന് പൈസക്ക് വേണ്ടിട്ടേ അവൻ ബാങ്കിൽ കുറെ ലോണിന് അപേക്ഷിച്ചതാ. പക്ഷെ ഒന്നും ശരിയായില്ല അത്രേ. അവനിപ്പോ ആകെ ടൈറ്റില്ല. അപ്പൊ നമ്മുടെ അത്തോളിയിലുള്ള കുറച്ച് സ്ഥലമേ അവന്റെ പേർക്ക് എഴുതി കൊടുത്താലോ എന്ന് ആലോചിക്കുക. അത് വിറ്റിട്ട് അവന്റെ കടങ്ങളൊക്കെ ഇപ്പൊ തീർക്കാലോ. നിന്നോടും കൂടി ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടാ രാവിലെ തന്നെ വിളിപ്പിച്ചത്. അതിനിപ്പോ എന്താമ്മേ എന്നോട് ഇതൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ അവൻ അന്ന് വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ടൈറ്റിലാണെന്ന്. എനിക്കും സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. കാരണം മനുവായിട്ടിനിപ്പോ ഒരു ലോണിന്റെ ബാക്കിലായിട്ട് കുറെ മാസങ്ങളായേ. അപ്പൊ അതിന്റെ വിഷമം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും കൂടി ചെയ്തോ, അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനെന്തിനാ മോളെ ഇപ്പൊ ലോണിന് വേണ്ടി നടക്കുന്നത്? അതച്ചാ ഇപ്പോഴുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പിലല്ലേ. പിന്നെ കുറെ ആയി മനുവേട്ടൻ പറയുന്നു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന്. അപ്പൊ അതിന്റെ ഒരു പൈസക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാ പാവം. പിന്നെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാ നിങ്ങൾ വിഷമിക്കും വേണ്ട, ഞാൻ ഒന്നും പറയാത്തത്. എന്തായാലും നല്ല മക്കളാ. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയുടെ അടുത്ത് പറയല്ലേ വേണ്ടത്. ഇങ്ങനെ മനസ്സ് വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ എങ്ങനെ അറിയാനാ? ഇനി ഒരാൾക്കായിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മുടെ സ്വത്തിന്റെ അവകാശികൾ എന്തായാലും മക്കൾ തന്നെയല്ലേ. ഇപ്പൊ തന്നെ അവർക്ക് വേണ്ട എന്താ വെച്ചാ തുല്യമായിട്ട് എഴുതി കൊടുക്ക. അങ്ങനെയാണെങ്കിൽ അവർക്കും ഒരു സമാധാനം ആവുമല്ലോ. അയ്യോ അമ്മേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അച്ഛൻ ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അമ്മ പറഞ്ഞൊരു കാര്യമല്ലേ, ഈ സ്വത്ത് എന്തായാലും നിങ്ങൾക്ക് രണ്ടാൾക്കും ഉള്ളതല്ലേ. പൈസ ആവശ്യമുള്ള സമയത്തല്ലേ കിട്ടിയിട്ട് കാര്യമില്ല. എന്താണ് മോനെ നിന്റെ അഭിപ്രായം? അയ്യോ അച്ഛാ, എനിക്കും അവളുടെ അഭിപ്രായം തന്നെയാ. ഇപ്പൊ തന്നെ എഴുതി തരണ്ടെന്ന് തന്നെ എനിക്ക് അത്രയും നിവൃത്തികേടായി പോയി. ഞാൻ അമ്മയോട് വേറെ പലിശക്ക് എടുക്കാറുണ്ടാ, പക്ഷെ അമ്മ സമ്മതിക്കാട്ടാ, അല്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. ഞങ്ങളെ കാലശേഷം എഴുത്തരാൻ തന്നെ വിചാരിച്ചത്. പക്ഷെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സഹായിക്കേണ്ടത് അച്ഛനമ്മമാരെ കടമയല്ലേ. എന്തായാലും സന്തോഷത്തോടെ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. തിങ്കളാഴ്ച വാസ്തവം വക്കീലിനോട് ഇങ്ങോട്ട് വരാൻ പറയും. മക്കൾ കുടുംബത്തോട് ഇങ്ങ് വന്നാൽ മതി. എന്നാ അച്ഛൻ പോയി കിടക്കട്ടെ. എന്തായാലും രണ്ടാളും താഴോട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. എടാ ഭാനു, താനെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്നുമില്ല, മനസ്സിനെന്തോ ഒരു പേടി പോലെ. എല്ലാം മക്കൾക്ക് എഴുതി കൊടുക്കാന്നും പറഞ്ഞു. പക്ഷെ അപ്പുറം ഇപ്പുറയും കാണുന്നതല്ലേ ഓരോ അച്ഛനമ്മമാരുടെ അവസ്ഥ. അതുപോലെയൊക്കെ. താൻ എന്തൊക്കെയാണോ പറയുന്നത്? നമ്മുടെ മക്കളെ നമുക്ക് അറിയുന്നതല്ലേ. നീ അനാവശ്യം ഓരോന്ന് ചെയ്ത് പ്രഷർ കൂട്ടാൻ നിൽക്കണ്ടേ. അങ്ങോട്ട് കയറാൻ നോക്കും. ഒന്ന് വേഗം എനിക്ക് പോയിട്ട് പരിപാടി ഉണ്ട്. എടാ, നീ അത്തോളിയിൽ സ്ഥലം നേക്കിൽ കഴിക്കലാക്കിയില്ലേ? നമ്മൾ രണ്ടാളും കൂടിയിട്ടില്ലേ എത്രയും കാലം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയത്. ഇപ്പൊ നീ അതിനിടയിൽ കൂടെ ഒറ്റ ഗെയിം കളിക്കുക. എന്റെ പൊന്നു മോളെ, ഞാൻ അത്തോളിൽ സ്ഥലം അമ്മയോട് വേണം പറഞ്ഞല്ല.
ഞാൻ ബാങ്കിൽ ലോൺ കിട്ടില്ല പറഞ്ഞ ചെറിയൊരു ഐഡിയ ആക്കി നോക്കിയതാ. അപ്പൊ അമ്മ ഇങ്ങോട്ട് പറഞ്ഞ നീ എടുത്തോ 10 സ്ഥലം, അല്ലാണ്ട് ഞാൻ നീ അറിയാണ്ട് ഗെയിം കളിച്ചൊന്നുമല്ല. ഇനിയിപ്പോ നീ അങ്ങനെ പറഞ്ഞോ? എന്റെ അനു, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്കെന്തിനാ നിന്നോട് കള്ള പറയേണ്ട ആവശ്യം? നമ്മൾ ആഴ്ചക്ക് മുറകാണ്ട് ഇങ്ങോട്ട് വരുന്ന അച്ഛനമ്മയോട് സ്നേഹം ഉണ്ടെന്നല്ലോ. ആ സ്ഥലം എങ്ങനെയും കൈക്കലാക്കാനല്ലേ. ഞാനിപ്പോ ഇങ്ങനെ കളിച്ചു നോട്ടല്ലേ ആ സ്ഥലം നിനക്കും കൂടി കിട്ടാൻ പോകുന്നത്. പിന്നെ എനിക്ക് അത്തോളി സ്ഥലം കിട്ടാൻ പോകണമെന്ന് നിനക്കെന്താ? കുനിയക്കടവിൽ ഏക്കറങ്ങൾ സ്ഥലം ഉണ്ടല്ലോ, അത് നിനക്ക് തരാനല്ല അച്ഛനമ്മ പറഞ്ഞത്. അവിടെ എത്ര സെന്റ് ഉണ്ട് പറഞ്ഞിട്ടാ? ആ പുഴത്ത് എന്ത് വില കിട്ടാനാടാ? പിന്നെ അമ്മ പറഞ്ഞ പോലെ 3-4 ലക്ഷം ഒന്നല്ല, ഹൈവേയാ 7 ലക്ഷം കണ്ണുപൂട്ടി കിട്ടും. അതുകൊണ്ട് ഭാഗം വെക്കുന്ന സമയത്തെ സെന്റ് കണക്ക് നോക്കണ്ട. നിനക്ക് അവിടെ എത്ര ലക്ഷം രൂപ കിട്ടുമോ അതിനനുസരിച്ച് എനിക്ക് ഇവിടെ വേറെ സ്ഥലം വേണം. അതൊക്കെ എന്ത് വേണം ചെയ്യും. ഇത് പതുക്കെ പറ. അച്ഛനമ്മ അവിടെ ഉണ്ട്, അവർ കേട്ടോ നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും. അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നീട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വന്നാലേ സത്യാവസ്ഥ എല്ലാവരും അറിയും. അതിന് നമ്മൾ തമ്മിലൊരു പ്രശ്നം വരാണ്ട് നോക്കിയാൽ പോരെ? അതെങ്ങനെയൊന്ന് എഴുതി കിട്ടട്ടെ. അതൊന്ന് എഴുതി കിട്ടിയാലേ എനിക്കും സമാധാനമുള്ളൂ. പിന്നെ ആ വീട് ഞാൻ എടുക്കുവേ. വീട് നീ എടുക്കേ, മിണ്ടല്ലേ. 20,000 രൂപ വാടക കൊടുത്ത് ഞാൻ ഇരിക്കുന്നത്. വീടെന്നാലും എനിക്ക് വേണം. അല്ലേ, അതെങ്ങനെ ശരിയാവും? നീ ഇവിടെ സൗകര്യം പോരാൻ വേണ്ടില്ലേ ഇപ്പൊ പൂജനെയും കൊണ്ട് മാറി താമസിക്കുന്നത്? പിന്നെ ഞങ്ങളിപ്പോ താമസിക്കുന്നതേ മനോട്ടിന്റെ സ്വന്തം വീടൊന്നുമല്ല, തറവാടാ. മോളെ, തിരുവങ്ങൂർ 10 സെന്റ് സ്ഥലം കൊണ്ട് പറഞ്ഞില്ലേ, അത് നീ എടുത്തിട്ട് അവിടെ വീട് കെട്ട്. ഇനിയിപ്പോ ആ സ്ഥലത്ത് പുതിയതായിട്ട് വീട് കെട്ടുക പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. എന്തായാലും അത്തോളിൽ സ്ഥലം നീ എടുത്തില്ലേ, അതുകൊണ്ട് ഈ വീട് എനിക്ക് വേണം. എന്റെ അനുപ്പം നിനക്ക് ആ വീട് എഴുതുന്നത്, നീ നിന്റെ ഫാമിലിയോട് അവിടെ വന്ന് അച്ഛനമ്മ നോക്കുവോ? ഇത്രയും കാലം നാടൻ കളിച്ച പോലെയല്ല, ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഓ, അതും ശരിയാ. അല്ലടാ, അപ്പൊ നീയും പൂജയും കൂടി ഇവിടെ വന്നിരുന്നിട്ടേ അച്ഛനമ്മനെ നോക്കുവോ? നിന്റെ ഏട്ടൻ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് ഒരു കാര്യം തീരുമാനിക്കില്ലെന്ന് എനിക്കറിയില്ലേ. നീ ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് തർക്കിക്കണ്ട. ഞാനും വയസ്സും കൂടി രാത്രി നിന്റെ വീട്ടിലേക്ക് വരാം. വേണ്ട ചെന്തെന്ന് അവർ തീരുമാനിക്കാം. നീ വാ, കേറി.